വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ ഡെയിലി MCQസിലെ ക്യാപിറ്റൽ മാർക്കറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലോട്ട് പോകണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടിൻ്റെ നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ കോച്ചിങ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ് നെക്സ്റ്റ് വരുന്നത്. ചോദ്യം ഇതാണ്: Consider the following statements. Number 1, mutual funds pool funds from investors. Number 2, mutual funds eliminate all investment risk. Number 3, mutual funds invest only in equity instruments. Which are correct? 1 only, 1 and 3, 2 and 3, all. നമുക്ക് നോക്കാം. നമ്പർ 1 എന്താ? മ്യൂച്വൽ ഫണ്ട്സ് പൂൾ ഫണ്ട്സ് ഫ്രം ഇൻവെസ്റ്റേഴ്സ്. കറക്റ്റ് അല്ലേ? മ്യൂച്വൽ ഫണ്ട്സിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് പൈസ നമ്മൾ റേസ് ചെയ്യാണ്. അത് ഒറ്റ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒന്നിലധികം സെക്യൂരിറ്റീസിൻ്റെ ഒരു മിക്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ആദ്യത്തെ. നമ്പർ 2, മ്യൂച്വൽ ഫണ്ട്സ് എലിമിനേറ്റ് ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്. അത് തെറ്റാണ്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ റിസ്ക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്കും എലിമിനേറ്റ് ആവുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. റിസ്കിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സെക്യൂരിറ്റീസിൽ അവർ മിക്സ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. റിസ്ക് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചിട്ട് എല്ലാ റിസ്കിനെയും എലിമിനേറ്റ് ചെയ്യുന്നില്ല മ്യൂച്വൽ ഫണ്ട്സ്. സോ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മൂന്നാമത്തെ പോയിന്റ്, മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ഓൺലി ഇൻ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ്. അതും തെറ്റല്ലേ? ഇക്വിറ്റിയിൽ മാത്രമാണോ? ഡെറ്റിലുണ്ട്, ഹൈബ്രിഡ് ആയിട്ടുള്ള മറ്റ് ഇൻസ്ട്രുമെൻസിലുണ്ട്. അപ്പോൾ മൂന്നാമത്തെയും തെറ്റാണ്. ഇക്വിറ്റിയിൽ മാത്രമല്ല. അപ്പോൾ 1 മാത്രമാണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ, 1 ഓൺലി. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. നമ്പർ 1, derivatives derive value from underlying assets. Future and options are derivative instruments. Derivatives are traded only in over-the-counter markets. Which are correct? 1 and 2, 2 and 3, 1 only, all. നമുക്ക് നോക്കാം. നമ്പർ 1, derivatives derive value from an underlying asset. കറക്റ്റ് അല്ലേ? എന്താ ഏത് അസറ്റ് ആണെങ്കിലും, ഏത് വേണമെങ്കിലും ആവാം, ഒരു അണ്ടർലൈങ് അസറ്റ്സിൻ്റെ അതിൽ നിന്നാണ് അതിൻ്റെ വാല്യൂ ഡിറൈവ് ആവുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ബേസിക് ഡെഫിനിഷൻ മീനിങ് ആണ് ഡെറിവേറ്റീവ്സിൻ്റെ. ഡെറിവേറ്റീവ്സ് derive value from an underlying assets. Number 2, futures and options are derivative instruments. അതും കറക്റ്റാ. ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ഒക്കെ എന്താണ്? ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഫോർവേഡ്, ഫ്യൂച്ചർ, അതുപോലെ തന്നെ ഓപ്ഷൻസ്, സ്വാപ്സ്, ഇതൊക്കെ നമ്മൾ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കറക്റ്റാണ്. ഡെറിവേറ്റീവ്സ് ആർ ട്രേഡഡ് ഓൺലി ഇൻ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച്, ഓവർ ദ കൗണ്ടർ മാർക്കറ്റ്സ്. അത് തെറ്റാണ്. എക്സ്ചേഞ്ച് ട്രേഡഡ്, എക്സ്ചേഞ്ചിലും അതുപോലെ തന്നെ അതല്ലാണ്ട് ഓവർ ദ കൗണ്ടറിലും രണ്ടിലും ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യുന്നുണ്ട്. OTCയിൽ മാത്രമല്ല. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. നമ്പർ 1, capital market mobilizes long-term savings. Capital market ensures equal income distribution. Capital market promotes industrial development. നമുക്ക് നോക്കാം. 1 and 2 only, 1 and 3, 2 and 3, all. ആദ്യത്തെ, ക്യാപിറ്റൽ മാർക്കറ്റ് മൊബിലൈസസ് ലോങ് ടൈം സേവിങ്സ്. കറക്റ്റ് ആണ്, നിസ്സംശയം പറയാം. ആരുടെ കയ്യിലാണോ സർപ്ലസ് എമൗണ്ട് ഇരിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് പൈസ വേണ്ട ബിസിനസ്സുകാരിലോട്ട് എത്തിക്കുന്ന പരിപാടിയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ നടക്കുന്നത്. ലോങ് ടൈം സേവിങ്സ് അവിടെ നടക്കുന്നുണ്ട്, മൊബിലൈസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്.
ക്യാപിറ്റൽ മാർക്കറ്റ് എൻഷുവേഴ്സ് ഈക്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അത് തെറ്റാണ്. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആയിട്ട് കൊടുക്കുക എന്നുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡ്യൂട്ടി അല്ല. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡ്യൂട്ടി അല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു മീനിങ്ലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈക്വലായിട്ട് ഇൻകം കൊടുക്കുക. ആ കൂടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് റിട്ടേൺ, അത് നമ്മുടെ റിസ്കിൻ്റെ ബേസിൽ ഏത് സെക്യൂരിറ്റിയിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബേസിൽ നമുക്ക് റിട്ടേൺ കിട്ടും. അല്ലാണ്ട് ഇൻകം ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇതിൽ വരുന്നതല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊമോട്ട്സ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. അത് ശരിയാണ്. ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കുന്നു. ലോങ് ടൈം ബിസിനസ്സുകാർക്ക് അത് വെച്ചിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നു. നല്ല രീതിയിൽ ഗ്രോത്ത് സംഭവിക്കുന്നു. അതിലൂടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സോ 1ഉം 3ഉം ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 14. Banks are financial intermediaries. Insurance companies are part of capital market. NBFCs provide alternative sources of finance. Which are correct? 1 and 3, 1 only, 2 and 3 all. നമ്പർ 1 നോക്കാം നമുക്ക്. ബാങ്ക്സ് ആർ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ്. നിസ്സംശയം പറയാം, കറക്റ്റാണ്, ഇന്റർമീഡിയറീസ് ആണ്. ഇൻഷുറൻസ് കമ്പനീസ് ആർ പാർട്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ നമ്മൾ എന്താണ് കൊടുക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഷുറൻസ് കമ്പനീസ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അല്ലാണ്ട് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പാർട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ മാർക്കറ്റിൽ അവർ ഇൻവോൾവ് ആവുന്നുണ്ട് എന്നുള്ളതല്ലാണ്ട് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പാർട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 100% അങ്ങനെ പറയാൻ പറ്റില്ല. ശരിക്കും എന്താ, ഇൻഷുറൻസ് കമ്പനീസ് എന്ന് പറയുമ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നവരാണ്, അല്ല, റിസ്കിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവരാണ്. ക്യാപിറ്റൽ മാർക്കറ്റിലൊക്കെ ഈ പറയുന്ന ഫണ്ട് റേസ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്നു എന്നുള്ളത് മാത്രമാണ്. നമുക്ക് വേണമെങ്കിൽ ആ പാർട്ട് എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ശരിയാണെന്ന് പറയാം. ആ പാർട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ ഇൻവോൾവ്മെൻറ്റ് വരാമല്ലോ. എന്തായാലും ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇൻഷുറൻസ് കമ്പനീസ് വരുന്നുണ്ട്. സംഭവം ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓട്ടോമാറ്റിക്കലി അവർ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പല രീതിയിൽ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാർട്ട് എന്ന് പറയാം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ശരിക്കും ആര്, ഇൻഷുറൻസ് കമ്പനീസ് എന്ന് പറയുന്നത്. എന്തായാലും പാർട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. അപ്പോൾ അവർ ഉണ്ടാവും അതിൽ. സോ അതുകൊണ്ട് കറക്റ്റ്. ദെൻ NBFCs പ്രൊവൈഡ് ആൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. ശരിയല്ലേ? ബാങ്ക് തരാത്ത, ബാങ്കേതര അല്ലേ, ബാങ്കുകൾക്ക് ആണ് ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി ചെയ്യാൻ സാധിക്കുക. അതല്ലാത്ത കാര്യങ്ങൾക്കാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ HP, ലീസിങ്, ഹയർ പർച്ചേസ്, ഇതൊക്കെയാണ്. അങ്ങനെ പല സർവീസസും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിയാണ്, ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലാതും ശരിയാണെന്ന് പറയാം നമുക്ക്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, സോ നമുക്കൊരു ചോദ്യം കൂടി ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 15. Consider the following statements. Number 1, NSE introduced electronic trading in India. Then BSE is the oldest stock exchange in Asia. Capital market in India is fully unregulated. Which are correct? 1 and 2, 2 only, all. Then 1 and 3. നോക്കാം. NSE introduced electronic trading in India. കറക്റ്റ് ആയിട്ടുള്ളതാണ്. സ്ക്രീൻ ബേസ്ഡ് ആണ്. ഫുള്ളി ഇലക്ട്രോണിക് ആണ് NSE. ശരിയാണ്. ദെൻ BSE is the oldest stock exchange in Asia. അതും കറക്റ്റാ. 1875 ഓൾഡസ്റ്റ് വൺ. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ഫുള്ളി അൺറെഗുലേറ്റഡ്. അത് തെറ്റാ. ഫുള്ളി റെഗുലേറ്റഡ് ആണ്. സെബി ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് തെറ്റാണ്, അൺറെഗുലേറ്റഡ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ 1ഉം 2ഉം ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 15 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ടോട്ടൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു സബ്ജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടുമായിട്ട് അങ്ങനെ ഓരോന്നും കഴിഞ്ഞ് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിക്കുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യും, പരമാവധി നോക്കാം. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. കൺസിസ്റ്റൻസിയാണ് പഠനത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട. ഞാൻ ചെയ്യുന്ന ഓരോ ദിവസത്തെ വീഡിയോസും നന്നായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. ദെൻ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.